إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് മുത്തക്കികളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിൽ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലെ മദായിൻ കോട്ടകൾ കീഴടക്കിയതിന് ശേഷം അദ്ദേഹം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ചില കരാറുകളിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടി ആ കോട്ടയിലേക്ക് ചെല്ലുകയുണ്ടായി. ആ കോട്ടയോട് അടുത്ത സമയം ഷാമിന്റെ പരിധികൾ കഴിഞ്ഞ് മദായിൻ കോട്ടകൾക്ക് അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹത്തിന്റെ ചെരുപ്പഴിച്ച് കയ്യിൽ പിടിച്ച് വിനയാനിതനായി കൊണ്ട് അദ്ദേഹം നടന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അയാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ ആ മദായിൻ കോട്ടകൾക്കുള്ളിൽ ശത്രുക്കൾ എല്ലാവരും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം നിങ്ങളെ വലിയ രാജാവായി അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഈ മദായിൻ കോട്ടകൾ കീഴടക്കിയ ചക്രവർത്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര വിനയാനിതനായി പോകാൻ പാടില്ല. ഒരൽപ്പം അഭിമാനത്തോടുകൂടി ആർഭാടത്തോടുകൂടി ആയിരിക്കണം നിങ്ങൾ അങ്ങോട്ട് ചെല്ലേണ്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദയോട് പറഞ്ഞു, അബൂ ഉബൈദ, ഈ സ്ഥാനത്ത് നീയല്ലാതെ മറ്റൊരാളായിരുന്നുവെങ്കിൽ എൻ്റെ ചാട്ടവാർ നിന്റെ പുറകിൽ ചിത്രം വരക്കുമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നഹ്നു ഖൗമുൻ അഅദ്ദൻ, നമ്മൾ വളരെ മോശക്കാരായ, നിന്ദന്മാരായ, ഒന്നിനും കൊള്ളാത്ത മനുഷ്യരായി ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ ഒന്നിനും കൊള്ളാതെ ജീവിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദിലൂടെയാണ് നമുക്ക് ഇസ്സത്ത് നൽകിയത്, പ്രതാപം നൽകിയത്, അഭിമാനം നൽകിയത്. കല്ലിനെയും മുള്ളിനെയും മരങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ച് മനുഷ്യന് മുമ്പിൽ കുമ്പിട്ട് നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ച് വികാരങ്ങളും വിശപ്പും ദാഹവുമുള്ള മനുഷ്യന്മാരെ ആരാധിച്ച് അവർക്ക് മുന്നിൽ പരാതികളും അവർക്ക് മുന്നിൽ
സങ്കടങ്ങളും പറയുന്ന രൂപത്തിൽ നിന്ദന്മാരായി മോശക്കാരായി ജീവിച്ച നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഏകനായ അജയ്യനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹിനെ മാത്രം അംഗീകരിക്കുന്ന, ആവശ്യങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ റബ്ബിലേക്ക് മാത്രം കൈകൾ ഉയർത്തുന്ന, ഏത് രാത്രിയാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും എനിക്കെന്റെ റബ്ബ് മതി, ലൈസ ബൈനി വബൈന റബ്ബി ഷൈ, എന്റെയും എന്റെ റബ്ബിന്റെ ഇടയിലും ഒന്നുമില്ല എന്ന് പറയുന്ന ഉന്നതന്മാരായ മഹാന്മാരായ ആർഭാടത്തിന്റെയും അഭിമാനത്തിന്റെയും അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിക്കുന്ന ഒരു സമുദായമാക്കി അള്ളാഹു നമ്മളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇസ്ലാം തൗഹീദിലൂടെയും സുന്നത്തിലൂടെയും അല്ലാതെ, ഇസ്ലാമിലൂടെ അല്ലാതെ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദുനിയാവിന്റെ ആർഭാടങ്ങളിലാണ് നമ്മൾ ഇസ്സത്ത് കണ്ടെത്തുന്നതെങ്കിൽ, നമ്മൾ അഭിമാനം കണ്ടെത്തുന്നതെങ്കിൽ, ദുനിയാവിന്റെ ആർഭാടങ്ങളിലും ദുനിയാവിന്റെ രസങ്ങളിലും ദുനിയാവിന്റെ ഭരണങ്ങളിലുമാണ് നമ്മൾ ഇസ്സത്ത് കണ്ടെത്തുന്നതെങ്കിൽ, അഭിമാനം കണ്ടെത്തുന്നതെങ്കിൽ, അള്ളാഹു നമ്മളെ മുമ്പത്തേക്കാൾ പരിപൂർണ രൂപത്തിൽ നിന്ദന്മാരാക്കി മാറ്റുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മദായിൻ കോട്ടകൾക്ക് മുന്നിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നടത്തിയ പ്രസ്താവന, പ്രിയമുള്ളവരെ, അക്ഷരാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ ഇതേ റിവായത്തിനെ പറയുകയാണ്, അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബാക്കൾ അഭിമുഖീകരിച്ച് പറയുകയാണ്, ഇന്നകും കുന്തും അദല്ലന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ നീചന്മാരായിരുന്നു, വളരെ മോശപ്പെട്ടവരായിരുന്നു. മക്കയിൽ ഒരു കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളും ഒരു ഭാഗത്ത് ജൂതന്മാരും അവരുടെ മതമനുസരിച്ച് ദൈവിക ഗ്രന്ഥങ്ങളെ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ ദൈവിക ഗ്രന്ഥങ്ങളോ ദൈവിക സന്ദേശങ്ങളോ ഇല്ലാതെ കല്ലിനെയും മുള്ളിനെയും ഖബറിനെയും പൂജിച്ച് മനുഷ്യന്മാരിൽ അധമന്മാരായി കന്നുകാലികളെക്കാൾ അധപ്പതിച്ച രൂപത്തിലായിരുന്നു നിങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ ജനങ്ങളിൽ നിങ്ങൾ വളരെ കുറച്ചായിരുന്നു, ആൾബലവുമില്ല ആയുധബലവുമില്ല. ജനങ്ങളിൽ നീചന്മാരായിരുന്നു നിങ്ങൾ എന്ന് മാത്രമല്ല, അത്ര മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ച നിങ്ങളെ ഇസ്ലാം, തൗഹീദിലൂടെ സുന്നത്തിലൂടെ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ ഇസ്ലാമിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഇസ്സത്ത് നൽകി. ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിലെ അഭിമാനം നൽകി. ഇനി ആരെങ്കിലും ആ ഇസ്ലാം അല്ലാത്ത മറ്റ് ഭൗതികപരമായ എന്തെങ്കിലും നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതാണ് അഭിമാനമെന്നും അതാണ് ഇസ്സത്ത് എന്നും അതാണ് നമുക്ക് വേണ്ടതെന്നും ഒരാൾ വിശ്വസിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല യുദില്ലുകുമുല്ല, നിങ്ങൾ നിന്ദന്മാരാക്കി കളയും, ഒന്നിനും കൊള്ളാത്തവരാക്കി കളയും, നിസാരന്മാരാക്കി കളയും. ഭൂമി ലോകത്ത് ജീവിക്കുന്നവരിൽ നിസാരന്മാരായി എല്ലാവരും അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് പോകുന്നവരും മാറി മാറി ഭരണങ്ങൾ വരുമ്പോഴും ആക്രമിക്കപ്പെടുന്നവരും മാറ്റി നിർത്തപ്പെടുന്നവരും ഒന്നിനും കൊള്ളാത്തവരായി ചണ്ടികളെ പോലെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമുദായമായി നിങ്ങൾ മാറുമെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. അള്ളാഹു നമ്മുടെ ഇസ്സത്ത് വെച്ചിട്ടുള്ളത്, നമ്മുടെ അഭിമാനം വെച്ചിട്ടുള്ളത്, ഭൂമി ലോകത്ത് അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സുഖകരമായ ജീവിതം, ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ അള്ളാഹുവിന്റെ അധ്യാപകൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തന്റെ ഇടം, അതിനുള്ള സൗകര്യം, താടി നീട്ടി വളർത്തി, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ വസ്ത്രധാരണകൾ നടത്തി, റസൂല് പഠിപ്പിച്ചതുപോലെ വിവാഹ ജീവിതങ്ങൾ നടത്തി, റസൂല് പഠിപ്പിച്ചതുപോലെ കുടുംബ ജീവിതം നടത്തി, റസൂല് പഠിപ്പിച്ചതുപോലെ ഒരു സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സൗകര്യം അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ പൂർത്തീകരിച്ചാലാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. അള്ളാഹു വെറുതെ വർത്തമാനങ്ങൾ പറയൂല. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓരോ വരികളും അത് ഹഖാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. അള്ളാഹു വെറും വർത്താനം പറയൂല, അള്ളാഹു കളവ് പറയൂല, നമ്മളെ പറ്റിക്കൂല, വഞ്ചിക്കൂല. രാഷ്ട്രീയക്കാർ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെ പറ്റിക്കൂല. വഅദകുമുല്ല, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിച്ചവർ, ഈമാൻ ഉൾക്കൊണ്ടവർ, അള്ളാഹു മാത്രമാണെന്ന് പ്രഖ്യാപിച്ചവർ, അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചവർ,
ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും വലിച്ചെറിഞ്ഞവർ, അതിജാറങ്ങളായാലും തങ്ങന്മാരായാലും ബീവി ഭാവമാരായാലും എന്തായാലും അതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അള്ളാഹു മാത്രമാണെന്ന് പ്രഖ്യാപിച്ചവർ, അവർക്കാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നില്ല, ജാറങ്ങളില്ല, ഖബറുകളില്ല, പൂജകളില്ല. അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ വിളിക്കുന്ന പ്രശ്നമേ ഇല്ല. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖമുദ്രയായിരിക്കും അവരുടെ മുഖ്യവാക്യമായി അവർ സ്വീകരിച്ചിട്ടുണ്ടാകുക, വഇദാ സഅൽത ഫസ്അലില്ല വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. അവർക്ക് എന്ത് ആവലാദികൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എത്ര രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാലും, എത്ര രൂപത്തിൽ ആക്രമിക്കപ്പെട്ടാലും അവർ വിളിക്കുന്നത് റബ്ബിനെ മാത്രമായിരിക്കും. അവർ റബ്ബിന്റെ മുന്നിൽ മാത്രമേ കൈകൾ ഉയർത്തുകയുള്ളൂ. സൃഷ്ടികളിലേക്ക് അവർ തിരിയൂല. അതാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്തത്. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട് അല്ലാഹു മാത്രമാണെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? മുഫസ്സിറുകൾ വിശദീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, അല്ലദീന ആമനൂ മിൻകും, ഈമാൻ ഉൾക്കൊണ്ടവർ, തൗഹീദ് ഉൾക്കൊണ്ടവർ, അള്ളാഹു മാത്രമാണെന്ന് പ്രഖ്യാപിച്ചവർ. രണ്ടാമത്തത് വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്രമങ്ങൾ ചെയ്തവർ, റസൂലുള്ളാഹി തങ്ങളെ മാതൃകാ പുരുഷനായി സ്വീകരിച്ചവർ. ജീവിത രീതി റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത രീതി പോലെ. അവിടെ സിനിമ നടന്മാരില്ല, ക്രിക്കറ്റ് കളിക്കാരില്ല. നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നത് അത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം. റസൂൽ എങ്ങനെ ജീവിച്ചു അങ്ങനെ, റസൂൽ എങ്ങനെ താടി വെച്ചു അങ്ങനെ, റസൂൽ എങ്ങനെ വസ്ത്രം ധരിച്ചു അങ്ങനെ, റസൂൽ എങ്ങനെ ഒരു കുടുംബ ജീവിതം നയിച്ചു അങ്ങനെ ആയിരിക്കും എന്റെ കുടുംബ ജീവിതം. അത് സമൂഹത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, അവരെ തൃപ്തിക്ക് വേണ്ടി ഒരു മാറ്റവും ഞാൻ വരുത്തൂല. എന്റെ ഹബീബ് എങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചുവോ അതുപോലെ ഞാൻ ജീവിക്കും. ഒരു സാമൂഹ്യ ജീവിതത്തിൽ, ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരു യഹൂദി ചോദിക്കുകയുണ്ടായി, കളിയാക്കിക്കൊണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെങ്കോലില്ലാത്ത രാജാവാണല്ലോ, കിരീടം വെക്കാത്ത ലോകം ഭരിച്ച രാജാവ്. ഒരു രാജാവായിരിക്കെ നിങ്ങളോട് ചെറിയ ചെറിയ കാര്യങ്ങളാണോ സംസാരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്നും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് എങ്ങനെ പെരുമാറണമെന്നും അത് തൊട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ പാലിച്ചു കൊണ്ടിരിക്കുന്ന എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ബാത്റൂമിൽ പ്രവേശിക്കണം, എങ്ങനെ മലമൂത്ര വിസർജനം നടത്തണം, എങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് പോലും എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു സമുദായമായി നമ്മൾ മാറണം പ്രിയമുള്ളവരെ. ദീനിന്റെ ചില അധ്യാപനങ്ങൾ പറയുമ്പോൾ, ദീനിന്റെ ചില നിയമങ്ങൾ പറയുമ്പോൾ നമുക്ക് മടിയാണ്. ഈ ആധുനിക സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പറയും? ഈ ആധുനിക സമൂഹത്തിൽ നമ്മൾ എങ്ങനെ സംസാരിക്കും? നമ്മൾ തന്നെ ദീനിന്റെ നിയമങ്ങളെ പഴഞ്ചനായ നിയമമായി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ മുസീബത്തും അതിനേക്കാൾ വലിയ അധപ്പതനവും മറ്റെന്താണ് പ്രിയമുള്ളവർ നമുക്ക് വരാനുള്ളത്? അതാണ് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. നിങ്ങൾ തൗഹീദ് ഉൾക്കൊള്ളുകയും റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്താൽ, നിങ്ങളുടെ തൗഹീദും സുന്നത്തും പരിപൂർണമായാൽ, എന്താണ് അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്? നിങ്ങളുടെ മുമ്പ് ജീവിച്ച ഒരു സമുദായമുണ്ട്. സ്വന്തം നാട്ടിൽ നിന്ന് നാട്ടി പുറത്താക്കപ്പെട്ടവർ, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, സ്വന്തം കച്ചവടങ്ങളും കൃഷിയിടങ്ങളും മറ്റൊരുത്തർ കൊള്ളയടിക്കപ്പെട്ടവർ, ഒന്നുമില്ലാതെ കൈയോടുകൂടി സ്വന്തം വീടും നാടും കുടുംബവും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നൊരു സമുദായം ഉണ്ടായിരുന്നു. മക്ക ജീവിത കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ കൈകളോടുകൂടി പ്രിയപ്പെട്ട സഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണ് പ്രിയമുള്ളവരെ. ഒന്നുമില്ലാതെ മക്കയിൽ നിന്ന് പുറപ്പെടുകയും എല്ലാം കൊണ്ട് മക്കയിലേക്ക് തിരിച്ചു വരികയും മക്കം ഫതഹ് എന്നറിയപ്പെടുന്ന ഫതഹ് മക്കയിലൂടെ ലോകത്തെ കിരീടമില്ലാത്ത രാജാവായി വാഴുകയും ചെയ്ത റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും. അതാണ് പ്രിയമുള്ള റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അല്ലാഹു നിങ്ങൾ തൗഹീദും സുന്നത്തിനും മുറുകെ പിടിച്ചാൽ അല്ലാഹു നിങ്ങളുടെ മുൻഗാമികൾക്ക് നൽകിയതുപോലെ ദുനിയാവിൽ ആധിപത്യം നൽകും. എന്താണ് ആധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അധികാരമല്ല, ആർഭാടമല്ല, സുഖ സൗകര്യങ്ങളല്ല, മുവഹിദായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം.
നിങ്ങൾക്ക് നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കാം. നിങ്ങളുടെ കോലത്തിലും വേഷത്തിലും കുടുംബത്തിലും നിങ്ങളുടെ സ്ത്രീകളിലും നിങ്ങൾക്ക് മുഅ്മിനായി ജീവിക്കാം. അഭിമാനത്തോടുകൂടി, ആർക്ക് മുന്നിലും തലകുനിക്കാതെ, ആരെ മുമ്പിലും കേടനപേക്ഷിക്കാതെ, മുഅ്മിനായി മുസ്ലിമായി അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുമപ്പെടുത്തി തരും. എപ്പോ നിങ്ങൾ തൗഹീദ് സ്വീകരിക്കാൻ തയ്യാറായ. ജാറങ്ങളെയും ഖബറുകളെയും തങ്ങന്മാരെയും ശൈഖന്മാരെയും വലിയന്മാരെയും നിങ്ങൾ ഇടയാളന്മാരാക്കുന്നതിൽ നിന്നും ഒഴിവാക്കി ഏകനായ റബ്ബിലേക്ക് തിരിയാൻ നിങ്ങൾ തയ്യാറായ. എപ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ ജാറങ്ങൾ ഒഴിവാക്കുന്നത്? അന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ അഭിമാനത്തോടുകൂടി ഞാനൊരു മുസ്ലിമാണെന്ന് എവിടെ കയറി ചെന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യവും സ്വാതന്ത്ര്യവും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു വീണ്ടും പറയുകയാണ്, والذين من قبلكم استخلف الذين من قبلكم وليمكنن لكم دينهم الذي ارتضى لكم. ഓരോ വാക്കുകൾ അടിവരയിട്ട് നമ്മൾ പഠിക്കണം. അള്ളാഹു പറയാൻ, നിങ്ങൾ തൃപ്തിപ്പെട്ട ദീനനുസരിച്ച് ഒരു മുഅ്മിനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ നൽകും, നിർഭയത്വം നൽകും. സുപ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടും, നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും, നമ്മുടെ സ്ത്രീകൾ സമൂഹത്തിൽ ബലാത്സംഗം ചെയ്യപ്പെടും എന്ന പേടി മാറ്റി നിർഭയത്വം അള്ളാഹു നിങ്ങൾക്ക് നൽകും. എപ്പോ? അതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത്, നിങ്ങൾ തൗഹീദിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ തയ്യാറായ. ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മുസ്ലിമും, മുവഹിദുകളല്ലാത്ത, സുന്നത്തിന് മുറുകെ പിടിക്കാത്ത ഓരോ മുസ്ലിം എന്ന് പറയപ്പെടുന്നവർ ഓരോ സുപ്രഭാതത്തിലും പേടിയിലാണ്, ഭയത്തിലാണ്. ഏത് സമയത്ത് നമ്മുടെ വീടുകൾ നഷ്ടപ്പെട്ടേക്കാം, ഏത് സമയം നമ്മുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടേക്കാം, ഏത് സമയത്ത് നമ്മുടെ മക്കൾ അനാഥരായേക്കാം, ഏത് സമയത്ത് നമ്മൾ പൗരത്വം നഷ്ടപ്പെട്ടൊന്നുമില്ലാത്ത അഭയാർത്ഥി ക്യാമ്പുകളിൽ വസിക്കേണ്ടവരായി തള്ളപ്പെട്ടേക്കാം എന്ന ഭയം അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരും. നിർഭയത്വം നൽകുന്നവരുടെ മനസ്സിൽ എപ്പോ നിങ്ങൾ തൗഹീദിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ തയ്യാറായാൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലി. നിങ്ങൾക്ക് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും മാത്രമാണ് പ്രിയമുള്ളവരെ അഭിമാനവും അന്തസ്സും ഉള്ളത്. തൗഹീദും സുന്നത്തിലും മാത്രമേ പ്രിയമുള്ളവരെ അന്തസ്സും അഭിമാനവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖുദ്സിന്റെ ആദ്യത്തെ വിമോചകൻ, ആദ്യമായി ഖുദ്സിന്റെ മണ്ണ് ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസ് ക്രിസ്ത്യാനികളിൽ നിന്ന് മോചിപ്പിച്ച ആദ്യത്തെ ഖുദ്സിന്റെ വിമോചകനായി അറിയപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുരിശ് വിപ്ലവം വിജയിക്കുകയും ആ ക്രിസ്ത്യാനികളിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികൾക്ക് മുന്നിൽ അദ്ദേഹം ആ ക്രിസ്ത്യാനികളെ ഒപ്പുവെക്കുന്നതിന് വേണ്ടി സദസ്സിലേക്ക് കടന്നു ചെന്നു. അവർക്ക് അദ്ദേഹത്തെ സൽക്കരിച്ചിരുത്തി. ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റൊട്ടിയുടെ കഷ്ണം താഴേക്ക് പോയി. അദ്ദേഹം ഒരു മടിയും കൂടാതെ അതെടുത്തു, അതിന്റെ പൊടിയൊക്കെ തട്ടി അദ്ദേഹം ഭക്ഷിച്ചു. കൂടെ ഉണ്ടായിരുന്ന സഹാബകൾ അദ്ദേഹത്തെ വിലക്കി, നിങ്ങൾ ചെയ്യാൻ പാടില്ല, കാരണം നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ 3/4 ഭാഗം ഭരിക്കുന്ന രാജാവാണ്. ഖുദ്സും കീഴടക്കി ഖുദ്സിന്റെ മണ്ണിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ചെയ്യാൻ പാടില്ല, അന്യമതസ്ഥരുണ്ട്, അവർ നോക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, അതറക്തു സുന്നത ഹബീബി ലിഹാഉലാഹിൽ ഹുമക. ഈ വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഹബീബിന്റെ സുന്നത്തിനെ പാഴാക്കുകയോ ഒഴിവാക്കുകയോ? അതാണ് പ്രിയമുള്ളവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം. അതാണ് പാരമ്പര്യം. നമ്മൾ സുന്നത്തിനെയും തൗഹീദിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്നിടത്തോളം ദുനിയാവിന്റെ ഒരു പ്രശ്നങ്ങളും ഒരു പ്രയാസങ്ങളും നമുക്കൊരു പ്രശ്നമായിട്ടേ തോന്നൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ തബായഅതും ബിൽഈന വഅഖദ്തും അദ്നാബൽ ബഖർ വറളീതും ബിസ്സർഅ വതറക്തുമുൽ ജിഹാദ സല്ലത്തല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. നമ്മൾ പഠിക്കേണ്ട ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ തബായഅതും ബിൽഈന, നിങ്ങൾ ഹറാമായ കച്ചവടം നടത്തിയാൽ, പലിശയടങ്ങുന്ന കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹറാമായ രൂപത്തിലുള്ള സമ്പാദ്യം നിങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങിയാൽ, ഒരുപാട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ ചുരുക്കി നമ്മൾ മനസ്സിലാകുന്നത്, ഹറാമായ കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ, പലിശയെ ഹലാലാക്കുന്നവർ, അറിയാത്ത രൂപത്തിൽ പലിശ നമ്മൾ ഹലാലാക്കുകയും അതിലൂടെ സമ്പാദിക്കുകയും ചെയ്യുന്നവർ, നിങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്താൽ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ കൃഷികളും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ, എനിക്കെന്റെ കൃഷിയുണ്ട്, എനിക്കെന്റെ സമ്പത്തുണ്ട്, ഞാൻ എന്തിനു മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കണം,
ജാറങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നു, ആത്മീയ ചൂഷണങ്ങൾ വരുന്നു. ഞാനെന്തിന് അതിലേക്ക് നോക്കണം? എനിക്കെന്റെ കച്ചവടം, എനിക്കെന്റെ കുടുംബം, എനിക്കെന്റെ സമ്പത്തുമുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്നവർ, സ്വന്തം സമ്പത്തിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്നവർ, ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ചെല്ലാത്തവർ. അതിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വതറക്തുമുൽ ജിഹാദ, ജിഹാദിനെ ഒഴിവാക്കുകയും ചെയ്യുന്നവർ. 3 രൂപത്തിലാണ് പണ്ഡിതന്മാർ ജിഹാദിനെ വിശദീകരിച്ചത്. 1 വാള് കൊണ്ട്, 2 ഇൽമു കൊണ്ട്, 3 നാവ് കൊണ്ട്. വാള് കൊണ്ടുള്ള ജിഹാദ് പ്രിയമുള്ളവരെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പ്രായോഗികമല്ല. രണ്ടാമത്തത് ഇൽമു കൊണ്ടുള്ള ജിഹാദാണ്. അത് ഇൽമു പഠിക്കുകയും ആ ഇൽമു പ്രചരിപ്പിക്കുകയും തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഇൽമും അറിവും നാട്ടുകാർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതിന്റെ വക്താക്കളായി മാറുകയും ചെയ്യുക. മൂന്നാമത്തത് നാവാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചത്, നാവിലൂടെ ഇസ്ലാമിന്റെ ദഅവത്ത് ഓരോ കുടിലുകളിലും, ഓരോ കൊട്ടാരങ്ങളിലും, ഓരോ അങ്ങാടികളിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതും ജിഹാദ് കൊണ്ടാണ് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ള പറഞ്ഞു വരുന്നത്, ദഅവത്ത് എന്ന മഹത്തായ അമലിനെ നിങ്ങൾ മാറ്റിവെക്കും. അവര് പറയും നമുക്കിതിനൊന്നും സമയമില്ല. അതിനൊക്കെ പണ്ഡിതന്മാരുണ്ട്, അതിനൊക്കെ ചില ആലിമീങ്ങളുണ്ട്. ജീവിതം മാറ്റിവെച്ചവർ, ഇൽമിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ, ദഅവത്തിന് വേണ്ടി ഇൽമു ജീവിതം മാറ്റിവെച്ചവർ, അതൊക്കെ അവർ ചെയ്തോളും. നമ്മളിങ്ങനെ ദുനിയാവിന്റെ സുഖങ്ങളിലും ദുനിയാവിന്റെ രസങ്ങളിലും നമുക്ക് നമ്മുടെ കച്ചവടം, നമുക്ക് നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുടുംബം, അതിൽ മാത്രം തൃപ്തി കണ്ടെത്തുകയും ദഅവത്തിനെ ഒഴിവാക്കുകയും ചെയ്യുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ സല്ലല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു നിങ്ങൾക്ക് നിന്നത അടിച്ചേൽപ്പിക്കുന്നതാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും ആക്രമിക്കപ്പെടുന്നവർ, ഏത് ഭാഗത്ത് തിരിഞ്ഞാലും നമ്മൾ കൊല ചെയ്യപ്പെടുന്നവർ, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നവർ, അങ്ങനെ പല രൂപത്തിലും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യൻസിഉഹു, അത് നിങ്ങൾ വിട്ടുപോവുകയില്ല, ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങുന്നത് വരെ, നിങ്ങൾ തൗഹീദിലേക്കും സുന്നത്തിലേക്കും മടങ്ങുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു തആല നിന്ദകളെ കൊണ്ട് നിങ്ങളെ മൂടുന്നതാണ്. അഭിമാനത്തോടുകൂടി ദുനിയാവിൽ ഞാനൊരു മുസ്ലിമാണെന്ന് പോലും പറയാൻ സാധിക്കാത്ത രൂപത്തിൽ മടയന്മാരെ പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. പരിശുദ്ധ ഖുർആനിലുമുണ്ട്. പ്രിയമുള്ളവർ, അല്ലാഹു ചോദിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് വാ, ജിഹാദിലേക്കും ദഅവത്തിലേക്കും വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഇസ്താഖൽതും ഇലൽ അർദ്, അവർ ഇതൊക്കെ വിട്ടുനിന്ന് അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ സമ്പത്തിലേക്കും അവർ മാറി നിൽക്കുന്നതാണ്. അറളീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ, അല്ലാഹു ചോദിക്കാൻ, അറളീതും ബിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ നൈമിഷികമായ എന്നും തീർന്നു പോകാവുന്ന വളരെ തുച്ഛമായ ദുനിയാവിന്റെ ജീവിതത്തിലാണോ ആഖിറത്തിന് പകരമായി നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടുള്ളത്? അത് നിങ്ങൾക്ക് അപകടമാണ്, നിങ്ങൾക്ക് നിന്ദതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂചന നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ തൗഹീദിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം. ആ സുന്നത്തും തൗഹീദും കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും, റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ചില വാക്കുകൾ നമ്മൾ ഇപ്പൊ പഠിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചാണോ ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു പോകും. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, യൂഷിക്കുൽ ഉമം, സമൂഹങ്ങൾ ഇതാ അടുത്തിരിക്കുന്നു, അൻ തദഅ അലൈക്കും, നിങ്ങളുടെ മേൽ ചാടി വീഴുന്നതിന് വേണ്ടി, നിങ്ങളുടെ മേൽ എല്ലാ സമുദായക്കാരും, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും, മതമില്ലാത്തവരാണെങ്കിലും, പ്രകൃതിവാദക്കാരാണെങ്കിലും, ഏത് വിഭാഗമാണെങ്കിലും, അവരിതാ നിങ്ങളുടെ മേൽ ചാഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. പല രൂപത്തിലും പല കോലത്തിലും മുസ്ലിം സമുദായത്തെ അവരത് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ? ഒരു ഉദാഹരണം കൂടി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കമാ തദഅ അൽ അകലതു ഇലാ ഖസ്അതിഹ, ഒരു ഭക്ഷണ പാത്രത്തിലേക്ക് വിശന്ന് വയറോടുകൂടി ഭക്ഷണം കഴിക്കാൻ വരുന്ന, ഒരു പറ്റം ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരെ പോലെ അവരെല്ലാവരും ആ പാത്രത്തിലേക്ക് ആർത്തിയോടുകൂടി ഓടിയെടുക്കുന്നതാണ്. അതേപോലെ മറ്റ് സമുദായക്കാർ ഈ സമുദായത്തിന്റെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതാണ്, പല രൂപത്തിലും പല കോലത്തിലും. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, ഫഖാല ഖായിൽ, ഒരു സഹാബി റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, വമിൻ ഖില്ലത്തി നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന്നത്തെ ദിവസം നമ്മൾ കുറവായിരിക്കോ, വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കോ? ഇത്തരത്തിൽ ആക്രമിക്കപ്പെടാനും ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടാനും നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ബൽ അൻതും യൗമഇദിൻ കസീർ, അല്ല, നിങ്ങൾ അന്നത്തെ ദിവസം ഒരുപാട് ഉണ്ടാകും, ഒരുപാട് സമ്പത്തുള്ള മുതലാളിമാരുണ്ടാകും,
ഒരുപാട് ഇൽമുള്ള പണ്ഡിതന്മാരുണ്ടാകും, ആലിമീങ്ങൾ ഉണ്ടാകും, ഒരുപാട് ജനങ്ങൾ ഉണ്ടാകും നിങ്ങൾ. പക്ഷെ വലാകിന്നകും, പക്ഷെ നിങ്ങൾ ഗുസാഉൻ കഗുസാഇസ് സൈൽ, മഴവെള്ള പാച്ചലിൽ ഒലിച്ചു പോകുന്ന ചവറുകളും ചണ്ടികളെ പോലെ ആയിരിക്കും നിങ്ങൾ. എങ്ങോട്ടാണ് ആ വെള്ളം ഒലിച്ചു പോകുന്നത്, നിങ്ങൾ അങ്ങോട്ട് ഒലിച്ചു പോകും. ആത്മാർത്ഥയോടെ ധൈര്യത്തോടെ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല. ഒരു മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും നിങ്ങൾ മുസ്ലിമീങ്ങൾ, ഈ സമുദായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മാത്രമല്ല, ലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദുവികും അൽ മഹാബത മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉൽഭയത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ശത്രുക്കളെ മനസ്സിൽ നിന്നും അള്ളാഹു എടുത്തു മാറ്റും. ശത്രുക്കൾക്ക് അവരുടെ പേടി അള്ളാഹു എടുത്തു മാറ്റും. നിങ്ങൾ ആക്രമിക്കാൻ അവർക്ക് ധൈര്യമുണ്ടാകും. എല്ലാ രൂപത്തിലും അള്ളാഹു അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. നിങ്ങൾ ആക്രമിക്കാൻ, നിങ്ങളെ പീഡിപ്പിക്കാൻ, നിങ്ങളുടെ മനസ്സമാധാനം തകർത്ത് കളയാൻ എല്ലാ രൂപത്തിലും അള്ളാഹു അവർക്ക് സഹായം ചെയ്തു കൊടുക്കും. അത് മാത്രമല്ല, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ വഹനിട്ട് തരും, ഉൾഭയം ഇട്ട് തരും. ഒരു സഹാബി ചോദിച്ചു, ഫഖാല ഖായിൽ യാ റസൂലല്ലാഹ് മൽ വഹ്നു, എന്താണ് റസൂലെ വഹൻ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹൻ എന്ന് പറഞ്ഞാൽ ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടവും പ്രേമവും മരണത്തോടുള്ള പേടിയുമായിരിക്കും അന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ തൗഹീദിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം, മുഅ്മിനീങ്ങളായി മുവഹിദുകളായി മുത്തഖികളായി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിലൂടെ അല്ലാതെ അള്ളാഹു ദുനിയാവിൽ നമുക്ക് നിലനിൽപ്പ് നൽകുകയില്ല. നമ്മുടെ സമ്പത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും അള്ളാഹു സൗര്യവും അതേപോലെ തന്നെ ധൈര്യവും അതേപോലെ സമാധാനവും നൽകണമെങ്കിൽ പ്രിയമുള്ളവരെ, തൗഹീദും സുന്നത്തും കൊണ്ടല്ലാതെ, ദീനനുസരിച്ച് കൊണ്ടുള്ള ജീവിതമല്ലാതെ നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദുനിയാവിന്റെ പളവളപ്പിലും ദുനിയാവിന്റെ രസത്തിലും സുഖത്തിലും ആർമതിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും ദീനിലേക്ക് മടങ്ങാൻ തയ്യാറാകണം. അതിലൂടെ മാത്രമേ നമ്മുടെ പണ്ട് കഴിഞ്ഞുപോയ പ്രതാപവും ഇസ്സത്തും അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുകയുള്ളെന്ന ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അഭിമാനത്തോടെ അന്തസ്സോടെ മരിക്കുന്നത് വരെ ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുവഹിദാണ് എന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം തൗഫീഖും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന് തഖ്വ ചെയ്ത് മുത്തഖികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മൾ എന്താണ് വഖഫ് എന്നും വഖഫിന്റെ നിയമങ്ങൾ എന്താണെന്നും നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്താണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഖഫ് എന്ന് പറഞ്ഞാൽ ഫുഖഹാക്കൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ കിതാബുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫിഖഹിന്റെ ഏത് കിതാബ് എടുത്താലും ആ കിതാബിൽ ഒരു അധ്യായം തന്നെ കിതാബുൽ വഖഫ് അല്ലെങ്കിൽ ബാബുൽ വഖഫ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പണ്ഡിതന്മാർ അത്രത്തോളം ഗൗരവത്തോടു കൂടി വഖഫിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു കാലഘട്ടത്തിൽ വഖഫ് ഏതാണെന്നും മറ്റുള്ള സമ്പത്തിൽ നിന്നും വഖഫിനെ വേർതിരിച്ച് മനസ്സിലാക്കാനും ആ ഫുഖഹാക്കളുടെ ഓരോ അധ്യാപനങ്ങളും നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ എന്താണ് വഖഫ് നമ്മൾ തിരിച്ചറിയണം. വഖഫ് എന്ന് പറഞ്ഞാൽ സാധാരണ പണ്ഡിതന്മാർ പറയാറുള്ളത് തഹ്ബീസുൽ അസ്ലി വ തസ്ബീലുൽ മൻഫഅ, അസ്ലി നിലനിർത്തുകയും ഉപകാരങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കുകയും ചെയ്യുക, അതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പള്ളി, ഒരു പള്ളി അള്ളാന്റെ പേര് വഖഫ് ചെയ്താൽ അത് അള്ളാന്റെ സ്വത്താണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും ഒരേപോലെ അതിൽ അവകാശമുണ്ട്. ആരുടെ കുടുംബ സ്വത്തോ
അതിൽ ഒരു സംഘടനയുടെ സ്വത്തോ അല്ല, മറിച്ച് ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന എല്ലാവർക്കും ഒരേപോലെ അവകാശമാണ് ആ സ്വത്തിൽ. കാരണം അത് അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന മുഅ്മിനായി മുവഹിദായി ജീവിക്കുന്ന എല്ലാവർക്കും ആ സ്വത്തിൽ അവകാശമുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വഖഫിന്റെ ഹുക്ം എന്ന് പറഞ്ഞാൽ മുസ്തഹബാണ്. ആർക്കും വഖഫ് ചെയ്യാം, ഈ ഇരിക്കുന്ന ആർക്കും വഖഫ് ചെയ്യാം. ചില ഷർത്തുകളും ചില നിബന്ധനകളും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്തഹബാണ്, സുന്നത്തായ ഒരു അമലാണ്, ഒരു ഇബാദത്താണ്. അതിന്റെ അടിസ്ഥാനം, അതിന്റെ തെളിവ് ചില ഹദീസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളാണ് ബാക്കിയാകുന്നത്. ഒരുപാട് കേട്ട ഹദീസായിരിക്കും. 3 കാര്യങ്ങളാണ് ബാക്കിയാകുന്നത്. ഒന്ന് അവന്റെ സദഖത്തുൻ ജാരിയ, ജാരിയായ സ്വതക്കകളാണ്. എന്താണ് ഈ ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ? ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഇതൊക്കെ സദക്കകളാണ്. ആ സദക്കകളൊക്കെ അയാൾ വസ്ത്രം ധരിച്ചു, അത് നുരുമ്പി ഇല്ലാതായി പോയാൽ അത് തീർന്നു. ഭക്ഷണം, നമ്മൾ റമദാനൊക്കെ കിറ്റ് കൊടുത്തു, സദക്കകൾ ഒരുപാട് ചെയ്തു, ഭക്ഷണം കൊടുത്തു, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. അതേപോലെ തന്നെ നമ്മൾ സമ്പത്ത് പൈസ കൊടുക്കുന്നു, സദക്കയായിട്ട് പൈസ കൊടുക്കുന്നു, ആ പൈസ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ ജാരിയായ സ്വതക്ക, ഇസ്തിമ്രാ, തുടർന്നു കൊണ്ടേയിരിക്കുന്ന നിലനിൽക്കുന്ന സ്വതക്കകൾ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പള്ളികളും മദ്രസകളൊക്കെ പോലെ ഇതൊക്കെ അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്യപ്പെടുന്ന സ്വത്തുകളാണ്. അള്ളാഹിന്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം അത് വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, വറാസത്തായി അനന്തര സ്വത്തായി എടുക്കാൻ പാടില്ല, സമ്മാനമായി നൽകാനും പാടില്ല. അതെപ്പോഴും അള്ളാഹിന്റെ മാർഗത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കും. നിങ്ങൾ മദീനയിൽ ചെന്ന ചില സ്ഥലങ്ങൾ കാണാം. മദീനയിൽ ചില സ്ഥലങ്ങൾ ഇന്നും ഒരു പുരോഗതിയുമില്ലാതെ പണ്ടെങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ ഇന്നും നിലനിൽക്കുന്നതായിട്ട് കാണാം. ബിർ ഉസ്മാൻ പോലെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ മുഅ്മിനീങ്ങൾക്ക് വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടു. ആർക്കും വെള്ളമില്ല, വളരെ പ്രയാസപ്പെട്ടു. മദീനക്കാർ മൊത്തം വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടു. ഒരു ജൂതന്റെ അടുക്കൽ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ മാത്രമായിരുന്നു അന്ന് മദീനയിൽ സുലഭമായി വെള്ളം ലഭിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ആ കിണർ വാങ്ങി മുഅ്മിനീങ്ങൾക്ക് വഖഫ് ചെയ്താൽ, അതായത് അള്ളാഹിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്താൽ, മുഅ്മിനീങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി വഖഫ് ചെയ്താൽ അയാൾ സ്വർഗമാണ് വാങ്ങിയിരിക്കുന്നതെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ആ ജൂതന്റെ അടുക്കലേക്ക് പോയി സംസാരിച്ചു, കിണർ വാങ്ങി. അദ്ദേഹം മുഴുവനായി കൊടുത്തില്ല, നേരെ പകുതി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. രാവിലെ മുതൽ ഉച്ച വരെ മുഅ്മിനീങ്ങൾ വെള്ളം ശേഖരിക്കും കിണറിൽ നിന്നും. ഉച്ച മുതൽ വൈകുന്നേരം വരെ മുഅ്മിനീങ്ങളല്ലാത്ത മറ്റുള്ളവർ അതിന് വെള്ളമെടുക്കും. ഈ ഒരു അവസ്ഥയിലാണ് ഒരുപാട് വർഷക്കാലം തുടർന്നു പോയത്. അവസാനം ആ മുഅ്മിനീങ്ങളൊക്കെ രാവിലെ മുതൽ ഉച്ച വരെ എടുക്കുമ്പോഴും ഉച്ചയ്ക്ക് ശേഷം എടുക്കാൻ ആൾക്കാരില്ലാതെ വന്നു. ആ ജൂതന് കച്ചവടം കുറഞ്ഞു. അദ്ദേഹം ഉസ്മാൻ അഫ്ഫാൻ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ മുഴുവൻ കിണറെടുത്തോ. അദ്ദേഹം അന്ന് പറയപ്പെടാവുന്നതിലും കൂടുതൽ ദീനാറും ദിർഹമും അദ്ദേഹത്തിന് കൊടുക്കുകയും എന്നിട്ട് ആ കിണർ വിലക്ക് വാങ്ങുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആ കിണർ അള്ളാഹിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തു. ഇന്നും ആ കിണർ അതേപോലെ ബാക്കിയായി മദീനയുടെ മണ്ണിൽ നമുക്ക് കാണാവുന്നതാണ്. ബിർ ഉസ്മാൻ എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കിണർ ഇന്നും അതേപോലെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മദീനയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുണ്ട്. ആ വഖഫ് ചെയ്ത സ്ഥലങ്ങളെല്ലാം ഇന്നും അതേപോലെ ബാക്കിയാണ്. അത് വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, ഹദിയായിട്ടോ അനന്തര സ്വത്തായിട്ടോ കൊടുക്കാനും പാടില്ല. അതേപോലെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലും വഖഫ് എന്ന് പറയുന്ന വഖഫിന്റെ സ്വത്തുകൾ ഒരുപാട് ആൾക്കാർ അള്ളാഹിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തത്. അതാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വഖഫ് എന്ന് പറയുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇന്നി അസബ്തു മാലൻ ഖൈറൻ ഫീ ഖൈബർ. ഖൈബറിൽ നിന്നും ഒരുപാട് സമ്പത്ത് എനിക്ക് കിട്ടി. ആ സമ്പത്തിന്റെ പ്രത്യേകത ഒരുപാട് തോട്ടങ്ങളാണ്. ഖൈബർ എന്ന് പറഞ്ഞ ഈത്തപ്പഴത്തിന്റെ തോട്ടങ്ങളാണ്. ജൂതന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഖൈബറിന്റെ ഒരുപാട് സ്വത്തുക്കൾ മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു. അതിൽ ഉമർ ഖത്താബിന്റെ ഓഹരിയായി നല്ലൊരു തോട്ടം, ഈത്തപ്പഴ തോട്ടം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം റസൂലുള്ളാഹിയോട് പോയിട്ട് പറഞ്ഞു, റസൂലേ, എന്റെ സമ്പത്തിൽ ഏറ്റവും നല്ല സമ്പത്താണ് ഈ തോട്ടം, ഞാനിത് എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അള്ളാഹിന്റെ പേരിൽ വഖഫ് ചെയ്യുക, അള്ളാഹിന്റെ പേരിൽ വഖഫ് ചെയ്യുക. ഇന്നും ആ തോട്ടം അതേപോലെ നിലനിൽക്കും. ആ തോട്ടം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്തു. ഇന്നും മുഅ്മിനീങ്ങൾ അതിന്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് ചെയ്യാനുള്ള തെളിവും ഈ ഹദീസാണ്. അങ്ങനെ വഖഫ് മുഅ്മിനീങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമ്പത്ത്, അതാണ് വഖഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് വഖഫുമായി ബന്ധപ്പെട്ട ഓരോ നിയമങ്ങളും വരുന്ന ഓരോ ആഴ്ചകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവനും സമ്പത്തും
അള്ളാഹു സുരക്ഷിതമായ രൂപത്തിൽ നിലനിർത്തി തരട്ടെ. ദുനിയാവിൽ അഭിമാനത്തോട് ജീവിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ثيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.